ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയില ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ മീനൊന്നും ഇതുപോലെ ഫ്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 3 അയിലയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കഴുകി ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതുപോലെ ഒരു 10-12 അല്ലിയോളം വെളുത്തുള്ളി ഒന്ന് തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കിതുപോലെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും 2 ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചുവന്നുള്ളിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 15 എണ്ണത്തോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്, നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ, അത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മീനിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വരഞ്ഞു വെച്ച എല്ലായിടത്തും ഇതുപോലെ നന്നായിട്ട് തന്നെ മസാല പുരട്ടി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ മീനിലെല്ലാം നന്നായിട്ട് തന്നെ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നമ്മളിതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എങ്കിലും നമ്മുടെ മീനിൽ നന്നായിട്ട് തന്നെ മസാലയെല്ലാം പിടിച്ച് കിട്ടത്തുള്ളൂ. കൂടുതൽ സമയം വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്കിത് അങ്ങനെ തന്നെ മസാലയൊക്കെ പുരട്ടി ഇതുപോലെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ മീനിൽ നന്നായിട്ട് തന്നെ മസാലയെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വേണം നമ്മളിതിലേക്ക് മീനെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ആക്കുകയാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗമെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഉൾഭാഗം ഒന്നും കറക്റ്റായിട്ട് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മീനിൻ്റെ ഒരു ഭാഗമെല്ലാം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു സൈഡെല്ലാം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അയില ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു 5-6 മിനിറ്റ് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ മീനെല്ലാം 2 സൈഡ് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അയില ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മസാല തയ്യാറാക്കിയിട്ട് മീനൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ പുതിയ റെസിപ്പീസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്